ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ബിസിനസ്സിന് വിരോധമായി നിൽക്കുന്ന എതിരുകൾ മാറിപ്പോകേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ദൈവം ഈ വർഷം തനിക്ക് വേണ്ടി വലിയ ചില ഓർഡറുകൾ കൊടുക്കേണ്ടതിനായിട്ടും, അതേപോലെ അടുത്ത പ്രാർത്ഥന വിഷയം തൻ്റെ ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ വേദനകളും മാറി തനിക്ക് അത്ഭുത സൗഖ്യം, പ്രത്യേകിച്ച് തൻ്റെ കാലിന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ പ്രിയ മകന് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കും? പ്രത്യേകിച്ച് ജോൺ ബർ ഈ മിനിസ്ട്രിക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പത്രോസിനെ കാരാഗ്രഹത്തിൽ ഹെരോദാവാക്കിയിരിക്കുകയാണ്. ഹെരോദാവിന് വലിയ പ്ലാനുകളുണ്ട്. പക്ഷെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹെരോദാവിൻ്റെ പ്ലാനുകളെ തെറ്റിക്കുന്ന ദൈവദൂതന്മാർ ചലിക്കുവാൻ തുടങ്ങും. എങ്കിൽ നിങ്ങളിപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം തരാൻ പോവുകയാണ്. കണ്ടുകൊണ്ട് നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു വിടുതൽ തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അയക്കണമപ്പാ. കർത്താവിൻ്റെ കരം തനിക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞാൻ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ബിസിനസ്സിൻ്റെ എതിരുകൾ മാറണം, തനിക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കണം, ആ ദേശത്തിൻ്റെ പുത്തൻ വഴികൾ തൻ്റെ മുമ്പിൽ തുറക്കണം. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഈ മണിക്കൂറുകളിൽ തനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരണം. കർത്താവേ, തനിക്ക് വിരോധമായി ഇന്ന് ചിലവർ അനുകൂലമായി മാറണം. പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ നിലയിലും കാക്കണം. തൻ്റെ ശാരീരികമായിട്ട് അനുഭവിക്കുന്ന, മാനസികമായി അനുഭവിക്കുന്ന എല്ലാ വേദനകളെ യേശുവിൻ്റെ അടിപ്പണരാനുള്ള സൗഖ്യം ഇപ്പോൾ തുടരണം. ദൈവത്തിൻ്റെ വലിയ സൗഖ്യത്തിൻ്റെ ശക്തി അങ്ങയുടെ മകൻ്റെ മേളിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മകനെ തുടരണമേ അപ്പാ. അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ അങ്ങയുടെ മകന് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ സാധ്യത, ദൈവത്തിൻ്റെ വലിയ കരം അങ്ങയുടെ മകനെ തൊടുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഓരോ മക്കളും ഇപ്പോൾ വിടുതലിലേക്ക് വരട്ടെ, അത്ഭുതത്തിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ, 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 ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയണം. പ്രിയരെ, ഈ പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമില്ല. പ്രിയരെ, കർത്താവ് ഓരോ ദിവസവും നടത്തുന്ന അത്ഭുത വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയണം. ഈ എപ്പിസോഡ് നിങ്ങളിപ്പോൾ ഏത് മീഡിയ മാർഗത്തിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വ്യക്തമായിട്ട് ഈ ചില മിനിറ്റുകൾ ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം അയക്കപ്പെട്ടതാണ്. പിതാവിൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം അതിൻ്റെ ഇഷ്ടം തികച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകത്തുള്ളതുകൊണ്ട് ഈ വചനം ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ വ്യക്തതയോടെ ഈ വചന സന്ദേശം കേൾക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് മനുഷ്യർക്കോ പ്രസംഗങ്ങൾക്കോ രൂപാന്തരം കൊണ്ടുവരാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് രൂപാന്തരം കൊണ്ടുവരാൻ കഴിയും. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കാമോ? ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ഈ വചനത്തെ ഏറ്റെടുക്കുന്ന സമയത്ത് ഡോക്ടറിന് ചെയ്യാൻ പറ്റാത്തത്, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത്, സയൻസിന് ചെയ്യാൻ പറ്റാത്തത്, ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത് ഈ വചനം നിന്റെ മേളിൽ നിവർത്തി കൊണ്ടുവരാൻ പോവുകയാണ്. സുവിശേഷം നിങ്ങൾ നോക്കിയാൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അവൻ്റെ വചനത്തിന് നിവർത്തി വന്നു, വചനത്തിന് നിവർത്തി വന്നു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ക്രൂശീകരണത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുക്കുമ്പോഴെല്ലാം വചന നിവർത്തീകരണങ്ങളാണ് വരുന്നത്. ഇതേപോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വെളിയിലും വചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ വരാൻ പോകുകയാണ്.
പോവുകയാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്നവരോട് ഇന്ന് ഈ വചന സന്ദേശം വ്യക്തമായി ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സമയത്തെ ദൈവത്തിന് മടക്കിത്തരാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. ലോകത്തിന് ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തെ മടക്കിത്തരാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ സമ്പത്തിനെ മടക്കിത്തരാൻ പറ്റുമായിരിക്കും, സൗന്ദര്യത്തെ മടക്കിത്തരാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം പൈസ ഉള്ളവർക്ക് ചിലപ്പോൾ മടക്കി ലഭിച്ചെന്നിരിക്കാം. പക്ഷേ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഒരിക്കലും അറിയാം മടക്കിത്തരാൻ പറ്റത്തില്ല. ഇന്ന് ഈ ദിവസം ഒരിക്കലും നിങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടത്തില്ല എന്നാണ് ലോകം പറയുന്നത്. പക്ഷേ വചനം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഇന്നത്തെ ഈ വചനം നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. 38 വർഷമായ കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യൻ അവൻ്റെ അടുക്കലേക്ക് വന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ വാക്കുകളിൽ എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ്റെ കിടക്കയോടുകൂടിയാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വർഷങ്ങൾ നടക്കാത്തത് ചിലത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഈ വചന സന്ദേശം നിങ്ങൾ ആഴമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഈ വചന സന്ദേശം ശ്രദ്ധിച്ചു നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു കർത്താവ് 9:5 പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഒന്ന്, യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. അവനിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, കർത്താവിനെ അനുഗമിക്കുന്ന ഒരാളും ഇരുട്ടിലോട്ട് പോകത്തില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെയും എന്നെയും അന്ധകാരത്തിൽ നിന്ന് അവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും രാജകീയ പുരോഹിത വർഗമായി വിളിക്കപ്പെട്ടു എന്നും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരണമെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ച് നിങ്ങളിപ്പോൾ യേശുവിൻ്റെ കൂടെയാണ്. ഒന്നുകൂടെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കേണ്ടതിനായിട്ട് യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് അയക്കപ്പെട്ട വെട്ടുക്കിളിയും പച്ചപ്പുഴവും തുള്ളനും തിന്ന സംവത്സരം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ദൈവത്തിന് മടക്കി തരാൻ കഴിയും. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് 147-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നതാണ്, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ഓടുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് ഇരുട്ടായി കിടക്കുകയാണ്. പക്ഷെ ഒറ്റ സ്വിച്ച് ഓണാക്കുമ്പോൾ ആ ഇരുട്ട് അപ്രത്യക്ഷമാകുന്ന പോലെ വെളിച്ചം അല്ലെങ്കിൽ ബൾബ് ഓണാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈ വചനം നിങ്ങളുടെ മേളിൽ നിങ്ങൾ റിസീവ് ചെയ്യുമെങ്കിൽ വർഷങ്ങൾ നടക്കാത്തതെന്നോ ഒന്ന് ഇപ്പോൾ നിങ്ങളുടെ മേളിലേക്ക് നിവൃത്തിയാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ആഴമായി സംസാരിക്കാൻ പോവുകയാണ്. വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഇവിടെ യേശു പറയുന്നു, ഞാൻ വെളിച്ചമാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളും വെളിച്ചമായി തീരുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു വെളിച്ചമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വെളിച്ചത്തെ സൂര്യൻ എന്നാണ് അറിയുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സൂര്യൻ്റെ കീഴിൽ ഓരോ ദിവസം കഴിയുമ്പോഴും അത് വൃക്ഷമാകാം, അത് വീടാകാം, അത് വാഹനമാകാം, മനുഷ്യനാകാം. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അത് പഴകി എന്ന് പറയാൻ തുടങ്ങും. പക്ഷേ യേശുവിലേക്ക് നീ അടുക്കുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഇന്ന് പഴക്കങ്ങൾ പുതിയതായി മാറാൻ പോകുകയാണ്. നിങ്ങളൊന്നും ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. 12 വർഷമായി രക്തസ്രാവസ്ത്രീ സൂര്യൻ്റെ കീഴിൽ ഡോക്ടർമാർ ചികിത്സിച്ച് വർഷങ്ങളുടെ കണക്കുകൾ പറയുകയാണ് 12 വർഷം. പക്ഷേ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ അവൾ തൊടുമ്പോൾ 12 വർഷത്തെ രോഗം മാറി അവളുടെ ജീവിതത്തിൽ പുതിയ അനുഭവം ഉണ്ടാകുകയാണ്. അവൾ ബാധ മാറി സ്വസ്ഥതയിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു സൂപ്പർ നാച്ചുറൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഈ ലോകത്തിൻ്റെ വേദനയിലും വ്യഥകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഇതാ യേശുവിൻ്റെ സ്പർശനത്തിലേക്ക്, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിലേക്ക് ഇപ്പോൾ നിങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിച്ചുകൊണ്ടൊന്ന് പറയാൻ പറ്റും, എൻ്റെ കർത്താവ് ഇപ്പോൾ എന്നെ സ്പർശിക്കുകയാണ്, എൻ്റെ കർത്താവിൻ്റെ ശബ്ദം എൻ്റെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, എൻ്റെ നാമത്തിൽ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും, നിങ്ങളും തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടങ്ങളെ പോലെ തുള്ളിച്ചാടും.
ഇതാ മലാക്കി പ്രവചനത്തിൽ വ്യക്തമായി പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഓരോ ദൈവമക്കളുടെ മേലേക്കും നീതി സൂര്യൻ രോഗശാന്തിയോടുകൂടെ ഉദിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ ഒരു പുതിയ വെളിച്ചം. ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത് സൂര്യനല്ല, ഇത് നീതി സൂര്യനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നീതി കൊണ്ടുവരുന്ന, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ തടസ്സപ്പെട്ടു പോയത് അതിനെ മാറ്റിക്കൊണ്ട് ദൈവം കരം പിടിച്ചുയർത്തുന്നത് പോലെ ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാ ദൈവം നിന്നെ സ്പർശിക്കാൻ പോവുകയാണ്. ലാസറിന്റെ കല്ലറ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പോൾ സഹോദരിമാർ പറയുന്നത് മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചതാണ്. പക്ഷേ യേശു കർത്താവ് മാർത്തിയോട് പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഒന്നുകൂടെ ഒരാഴം ശ്രദ്ധിക്കാമെങ്കിൽ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. 4ാമത്തെ ദിവസം ലോകപ്രകാരം തീർന്നു എന്നും സൂര്യന്റെ കണക്കുകളിൽ ഹല്ലേലൂയ നാറ്റം വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ശബ്ദത്താൽ ഇതാ ലാസർ അഴുകിയ പുതിയ ശരീരത്തിൽ നിന്ന് ലാസർ പുതിയതായി പുറത്തു വരികയാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ചില രോഗശക്തികൾ നിങ്ങളെ ദീർഘമായി കിടക്കയിലാക്കിയിട്ടുണ്ടാകാം. പക്ഷേ യേശുവിൻ്റെ ശക്തി നിങ്ങളെ തൊടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ അളവറ്റ ശക്തി നിങ്ങളുടെ മേളിൽ പുതിയ വാതിലുകൾ തുറന്നു വരാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, ഇതാ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ 3ാമത്തെ ദിവസം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ആ വാക്യത്തിനകത്തോട്ട് വരാം. പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളാലും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. 15ാമത്തെ വാക്യം, ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 16ാമത്തെ വാക്യം കൂടെ, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ 3ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുന്നത്. കാരണം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തോടെ ശ്രദ്ധിച്ചേ, ഇതാ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയതും 3ാമത്തെ ദിവസമാണ്. എന്നാൽ ആദിമ സമയം മുതൽ എന്ന് പറഞ്ഞാൽ ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളായിരുന്ന സമയത്ത് 1-ാം അധ്യായം അതിൻ്റെ 3ാമത്തെ വാക്യത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ വെളിച്ചമുണ്ടാകട്ടെ. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ വെളിച്ചമുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് തടയപ്പെട്ടതും തീർന്നു എന്നൊക്കെ പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ വെളിച്ചത്താൽ തിരിച്ചു മടങ്ങി വരാൻ പോവുകയാണ്. അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിനകത്ത് മത്സരികൾക്ക് ഒരു അടയാളമായി തീരേണ്ടതിനായിട്ട് ദൈവം തിരഞ്ഞെടുത്തവൻ്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അഹരോന്റെ വടി 12 പേരുടെയും പേര് വടിയുടെ മേൽ എഴുതിക്കൊണ്ട് സാക്ഷ്യകൂടാരത്തിൽ കൊണ്ടുവച്ചു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിളിച്ചവൻ്റെ, ദൈവം തിരഞ്ഞെടുത്തവൻ്റെ വടി തളർത്തു, പൂത്തു, ഫലം കായ്ച്ചതായി കാണുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് നോക്കിയേ, ഒരു തൈ ഭൂമിയിൽ നട്ട് കഴിഞ്ഞാൽ അത് വളരാൻ ദിവസങ്ങൾ എടുക്കും, അത് ഫലം കായ്ക്കാൻ വർഷങ്ങൾ എടുക്കും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ വെളിച്ചത്തിന് ഒറ്റ രാത്രി കൊണ്ട് അവൻ വിളിച്ചവൻ്റെ വടിയെ തളർപ്പിക്കാനും ഫലം കായ്ക്കാനും കഴിയുമെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് വർഷങ്ങൾ തടയപ്പെട്ടതിനെ തുറക്കാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയും, ഇതാ 121-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യാത്തവനാണ്. ഇനി പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കത്തില്ല. യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കർത്താവിലേക്ക് നിത്യപ്രകാശമാകാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ നോക്കേ, കാനാവിലെ കല്യാണ വീട്ടിൽ 3ാമത്തെ ദിവസം വീഞ്ഞ് അവസാനിക്കുകയാണ്. പുതിയൊരു വീഞ്ഞ് കൊണ്ടുവരണമെങ്കിൽ അറിയാം, നമ്മളെവിടുന്നേലും പോയി മുന്തിരി വാങ്ങിക്കണം, അല്ലെങ്കിൽ മുന്തിരി നട്ട് ഉണ്ടാക്കിയൊക്കെ വരണമെങ്കിൽ ദിവസങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. അതുമാത്രമല്ല, അത് ആ വീഞ്ഞ് പ്രോസസ്സിലേക്ക് വരണമെങ്കിൽ മിനിമം വർഷങ്ങളെടുക്കും. എന്നാൽ എൻ്റെ കർത്താവ് പച്ചവെള്ളത്തെ ഒറ്റ വാക്കുകൊണ്ട്, നിറപ്പിൻ എന്നുള്ള വാക്കിനകത്ത് കർത്താവ് അതിനെ വീഞ്ഞാക്കി തീർക്കുകയാണ്. അവിടുത്തെ വിരുന്നുവാഴി പറയാണ്, ഞാൻ ഇങ്ങനൊരു വീഞ്ഞ് കുടിച്ചിട്ടില്ല, അത്രയും നല്ല വീഞ്ഞാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് ചിലത് ദൈവത്തിന് തുറക്കാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 19, 20 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുന്നു. എൻ്റെ കൂടെ വന്നാട്ടെ. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 19-ാമത്തെ വാക്യം പറയുകയാണ്, ഇനി പകൽ നേരത്ത്
നിനക്ക് വെളിച്ചം തരുന്ന സൂര്യനല്ല, ഇനി ചന്ദ്രനല്ല നിനക്ക് നിലാവട്ടം തരുന്നത്. യഹോവ നിനക്ക് നിത്യപ്രകാശമാകാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ നടത്തുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. 430 വർഷം അടിമത്തത്തിൽ കരഞ്ഞതും കഷ്ടപ്പെട്ടതുമല്ല. ഇതാ 40 വർഷം തൻ്റെ ജനത്തെ അവൻ മരുഭൂമിയിൽ നടത്തുകയാണ്. ഒന്നിനും കുറവില്ലാതെ. അവരെ കാൽ വെയ്യുകയില്ല, അവരെ വസ്ത്രം പഴകിയില്ല, അവരെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, അവർക്ക് മുമ്പും പിൻപുമായി ദൈവത്തിൻ്റെ മഹത്വം, ദൈവം അവർക്ക് മുമ്പായി പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ കാണാത്ത ഒരു വലിയ മഹത്വം, ഇന്നലകളിൽ കാണാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനോ രാത്രി നിലാവട്ടം തരുന്ന ചന്ദ്രനോ, യഹോവ നിന്റെ നിത്യപ്രകാശമാകാൻ പോയി രാത്രിയും പകലാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇതാ നിനക്ക് വേണ്ടി ദൂതന്മാർ ചലിക്കാൻ പോവുകയാണ്. അതിന്റെ 20ാമത്തെ വാക്യം കൂടെ, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഇപ്പോൾ സീസണുകൾ മാറുന്നു എന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു വിശ്വസിക്കണം. നമുക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമേ. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കടന്നു വരാട്ടെ. ഞാൻ 2 ആഴ്ച മുന്നേ ഇവിടെ വന്ന് സ്നാനപ്പെട്ടായിരുന്നു. സ്നാനപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അതിന് ഒരു വർഷത്തോളമായി എന്നാണ് തോന്നുന്നത്. കാലൊരു 5 വിരലിൽ ഒരു വിരലും മടങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ ആ 5 വിരലിൽ ഒരു വിരലും മടങ്ങിയിരിക്കുകയായിരുന്നു നമുക്കൊത്തിരി പ്രയാസമല്ലേ. അപ്പം ഞാനൊന്ന് ദൈവത്തോട് എന്നോ ചോദിച്ചതാണ്. അപ്പം അനേകം വാതരോഗികളെ സൗഖ്യമാക്കുന്നല്ലോ, അനേകം രോഗികളെ ഞാൻ ശുശ്രൂഷിച്ചല്ലോ, എൻ്റെ ഈ രോഗം ഒന്ന് മാറാൻ പറ്റുമോയെന്ന് അന്നേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ചോദിച്ചില്ല, ഞാൻ മറന്നുപോയി അത്. പക്ഷേ ഈ സ്നാനപ്പെട്ട് പിറ്റേ ദിവസം ഞാൻ കുളിക്കുന്ന സമയത്ത് 5 വിരൽ ഒരുപോലെ ഇരിക്കുന്നു, കാലിൻ്റെ ഇടത് കാലിൻ്റെ. സ്തോത്രം. എൻ്റെ ദൈവമക്കളെ എല്ലാവർക്കും വിടുതലാണ്. ഈശോപ്പച്ചൻ്റെ കരങ്ങളിലേക്കായി, അങ്ങേ പാദപീഠത്തിലേക്കായി എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് സ്തോത്രപ്പച്ച. ആമേൻ. ഈസസ് 1 വർഷത്തിന് മുമ്പേ തൻ്റെ വിരൽ മടങ്ങിപ്പോയതാണ്. പക്ഷെ സ്നാനപ്പെട്ട് അടുത്ത ദിവസം രാവിലെ കുളിക്കുമ്പോൾ താൻ ചെക്ക് ചെയ്ത സമയത്ത് ആ വിരൽ നൂന്നിരിക്കുന്നത് കണ്ടു. കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി. ആമേൻ. എൻ്റെ വൈഫിൻ്റെ അച്ഛന് ഷുഗർ കൂടിയിട്ട് കാല് പഴുത്ത് ഒരു വിരൽ മുറിച്ചായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള 3 വിരൽ മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു അഡ്മിറ്റ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ 1-2 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വിരലല്ല കാല് മുറിക്കേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം കാല് മുറിക്കാനായിട്ട് 2 കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. വൈഫൊക്കെ അവിടെ പോയി. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ച ഡോക്ടർ പറഞ്ഞ് ചൊവ്വാഴ്ച സർജറി ഉണ്ടെന്ന്. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും സർജറിയുള്ള മെഷീൻ കംപ്ലൈൻ്റായി. അപ്പം അവിടെ നിന്നുകൊണ്ട് വൈഫ് പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം മെഷീൻ കംപ്ലൈൻ്റായി. ചൊവ്വാഴ്ചയാണ് സർജറി വെച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി തിരുനെൽവേലി കൊണ്ടുപോകണം. അവർ തമിഴ്നാടാണ്, തിരുനെൽവേലിയിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ തിരുനെൽവേലിയിൽ അവിടെ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെന്നൈയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ വൈഫിൻ്റെ ചേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്നൈയിൽ പോയി അഡ്മിറ്റായിട്ട് അവിടെയും ഒരു ബുധനാഴ്ച ദിവസമാണ് സർജറി വെച്ചിരുന്നത്. അപ്പം ചൊവ്വാഴ്ച ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സർജറി വേണ്ട, കാല് മുറിക്കേണ്ട, രക്തഓട്ടമുണ്ട്, കാലിൽ രക്തഓട്ടം തുടങ്ങി, പിന്നെ പഴുത്തിരുന്ന കാല് കരിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. പറഞ്ഞ ചൊവ്വാഴ്ച സർജറി പറഞ്ഞിരുന്നു, അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. നാളെ തിരിച്ച് വരുന്നുണ്ട് ട്രെയിനിൽ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞേ. ഇവരുടെ ജീവിതത്തിനകത്ത് നിന്ന തടസ്സം കാല് മുറിക്കണമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ആ ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു ഹോസ്പിറ്റൽ കേസുകൾ സൗഖ്യമാകിയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ജോയി പറഞ്ഞ അവിടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ് പറഞ്ഞത് ഈ ചൊവ്വാഴ്ച കാല് മുറിക്കുമെന്നാണ് പറഞ്ഞേക്കുന്ന വാസ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിൽ സൗഖ്യം നടന്നെന്ന് പറഞ്ഞു.
വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഡോക്ടർ രണ്ടാമത് ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് കാലിൽ രക്തോട്ടമുണ്ട്, ആ തടസ്സം കാണുന്നില്ല. മുറിക്കണമെന്ന് തീരുമാനിച്ചതിനെ കർത്താവ് ഡിസ്ചാർജ് ചെയ്തു. ഒരാൾ മാറി ഇവനെ പോലെ ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന്. വാടക കൊടുക്കാൻ നിവർത്തിയില്ലായിരുന്നു, ആഹാരത്തിന് നിവർത്തിയില്ലായിരുന്നു, മീൻ മേടിക്കാൻ പോലും നിവർത്തിയില്ലായിരുന്നു. കർത്താവ് അതെല്ലാം തന്നു. ഈ 2025 എനിക്ക് പുതിയൊരു വർക്ക് എടുക്കുവാൻ ദൈവം തന്നു. അതിൻ്റെ പണി തീർത്ത് അതിൻ്റെ തട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. അത് ഈ ആഴ്ച ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പോയി പൊളിക്കുവാൻ ദൈവം സഹായിച്ചു. എനിക്കിതിലൊരു ക്ലെയിമിൻ്റെ പൈസ അനുവദിച്ചായിരുന്നു. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു, ദൈവമേ എനിക്ക് 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 50,000 രൂപ കൊടുക്കാമെന്ന്. എനിക്ക് 3,75,000 കിട്ടി. 75,000 ഞാൻ ചർച്ചിന് കൊടുത്തു. നിങ്ങൾ ഈ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കൊടുത്താൽ ദൈവം അതിൻ്റെ 100 ഇരട്ടി തിരിച്ചു തരും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചോ. എനിക്ക് 29-ാം തീയതി കേസായിരുന്നു. ഞാൻ ദേവദാസനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു കേസുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല, ബ്രദറെ ആരാധനയ്ക്ക് വരും, വിശ്വസിച്ചോ എന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ വക്കീൽ പറഞ്ഞു 31-ാം തീയതിയാണ് കേസെന്ന്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. 1.5 വർഷം മുമ്പ് ദൂത് പറഞ്ഞു 2024 ഓഗസ്റ്റിൽ നിനക്കൊരു ജീവിതം തിരിയും. അത് ആ സമയം കഴിയുമ്പോഴത്തേക്കും നിനക്കൊരു പുതിയ തലമുറയെ ദൈവം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, പാസ്റ്റർ പറയുന്നു ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു തലമുറ തരുമെന്ന്. എൻ്റെ ഹസ്ബൻഡ് നവംബറൊക്കെ ആകുമ്പോഴല്ലേ വരത്തുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ഞാൻ പക്ഷേ ഓഗസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് വന്ന്, കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വരേണ്ടി വന്നാലും നമുക്ക് ഒരു ബേബി പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്വം അല്ലേ അത്. പക്ഷേ എനിക്കറിയത്തില്ല, സെപ്റ്റംബർ മാസം കഴിഞ്ഞപ്പം ഒക്ടോബറിൽ ഞാൻ പ്രഗ്നൻ്റായി. ഞാനെപ്പോഴും ദൈവത്തോട് ചോദിക്കും, ഈ വാഗ്ദത്വം എനിക്ക് എല്ലാ പാസ്റ്റർ വരുമ്പോഴും ഭയങ്കര വാഗ്ദത്വമാണ്, ഈ വാഗ്ദത്വം ഒന്നും നടക്കുന്നില്ലല്ലോ ദൈവമേ. അപ്പോഴേ എനിക്കിതൊരു വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടി. അപ്പം ഞാൻ പറഞ്ഞ ഇച്ഛായാ, ദൈവം പറഞ്ഞ വാഗ്ദത്വം അല്ലേ. അപ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടെങ്കിൽ ദൈവത്തിന് തന്നല്ലേ പറ്റത്തുള്ളൂ. ദൈവം നിവർത്തീകരിച്ചത് അതുപോലെ ഓരോ വാഗ്ദത്തങ്ങളും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ദൈവത്തിന് ഒത്തിരി നന്ദി. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് കേൾപ്പിച്ച സാക്ഷ്യത്തിനായി നന്ദി. കർത്താവിൻ്റെ കരം ഹല്ലേലൂയ വെളിപ്പെട്ടതിനായി നന്ദി. ഹല്ലേലൂയ. ഈ ദൂത് ഈ സഹോദരിയോട് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് ഇസസ് വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഈ ചയൻ നവംബറിലേ വരത്തുള്ളൂ, ഓഗസ്റ്റിൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എങ്ങനെ നടക്കും, ഇതൊക്കെ പ്രശ്നമാകുമോ എന്ന് ചോദിച്ചു. പക്ഷേ ദൈവം പറഞ്ഞത് മാറത്തില്ല. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. കർത്താവിന് ചെയ്യാൻ പറ്റതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഞാനത് ഈ വർഷം ഒന്നുകൂടെ ഉറയ്ക്കുന്നു, പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് മാറത്തില്ല. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമാണ് ആരംഭങ്ങൾ ഉളവാക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോവുകയാണ്. അതിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രോഗികളായി നിൽക്കുന്നവർ, നിങ്ങൾ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവയ്ക്കണം. ഈ 2025 നീ രോഗിയായി തുടരത്തില്ല. നിന്നെ മഹത്വം സൗഖ്യമാക്കാൻ പോവുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കണം. ഈ വചനം എന്തു പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നടക്കും. അങ്ങനെ തന്നെ വിശ്വസിക്കും. ആരെല്ലാം നിങ്ങളെ നോക്കി എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഈ 2025 എൻ്റെ സാഹചര്യങ്ങൾ ഒത്തിരി വിരോധമാണ്, അറിയോ, ഒത്തിരി അസാധ്യതകൾ എനിക്ക് ഈ വർഷത്തിൻ്റെ ആരംഭം. പക്ഷേ ഈ 2025 തീരുന്നതിന് മുമ്പേ മഹത്വം കണ്ട സാക്ഷിയായി തീരുമാനമായിട്ട് ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ദൈവമാണ്, അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. രോഗമുള്ളവർ ഇപ്പോൾ തന്നെ കൈവയ്ക്കുക. നിങ്ങൾ വലിയ സൗഖ്യം കാണാൻ പോകും, വലിയ വിടുതൽ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കണ്ടവരായി തീരുവാൻ, വലിയ അത്ഭുതം കണ്ടവരായി തീരുവാൻ, ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തികൾ എഴുന്നേറ്റ് വരട്ടെ. ഇവർ ദൈവത്തിനുള്ളവരാണെന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവെ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടോ എന്നുള്ള ആഴം വെളിപ്പെട്ട് വരട്ടെ. തമ്പുരാനെ, ഇവരെ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങയുടെ രക്തത്തിലാണല്ലോ. അങ്ങയുടെ മഹത്വം ഓരോ മക്കളുടെ മേളിലേക്കും വെളിപ്പെട്ട് വരട്ടെ. ഞാൻ അറിയാം, ബിനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. കർത്താവെ, ഞാൻ അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെട്ടുള്ളമേ അപ്പ. കർത്താവെ, അങ്ങയുടെ കരം ഹല്ലേലൂയ ഇപ്പോൾ തന്നെ അത്ഭുതം. സന്തോഷത്തിന് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു.
ഹല്ലേലൂയ. സിബി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സിബിക്ക് വേണ്ടി അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള മാർഗ്ഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ കർത്താവെ. ഇവരുടെ ഭവന മഹത്വം വെളിപ്പെടുത്തുന്നതാകട്ടെ അപ്പാ. ഇവരുടെ ദീനങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ കടബാധ്യതകൾ മുഴുവൻ മഹത്വം പരിഹരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ, ഇവരുടെ കടബാധ്യതകളെ തീർക്കുന്നതിനായി സ്തോത്രം. ഇവർ ആ ഭവനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ കലഹങ്ങളും, എല്ലാ ദുരാത്മാക്കളുടെ ശക്തികളും ഇപ്പോൾ മഹത്വത്തിൽ അവസാനിക്കും. കാരണം സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇരുട്ടിന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ചിലർ വിടുതലുകൾ കാണുകയാണ്. നിങ്ങളുടെ ബിസിനസ് തകർന്ന അനുഭവത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഇൻ്റർവ്യൂകളുടെ വാതിലുകൾ തുറക്കുന്നു. ആ എക്സാം നിങ്ങൾ പാസ്സാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ഷീലെ അറിയാം, കഴിഞ്ഞ 30 വർഷം നടക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അമൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അമലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മേലിലേക്ക് വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, അറിയാം, സാലി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സാലിക്ക് വേണ്ടി പുത്തൻ നന്മകൾ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴ്പോട്ട് തളർച്ചയുമായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത 2 വ്യക്തികൾ ഇപ്പോൾ മഹത്വം തൊടുന്നു. അവർ എഴുന്നേറ്റ് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ മേലിൽ മഹത്വമായി വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക്, 811 എന്ന് കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ 9072 നിങ്ങൾക്ക് മെസ്സേജാണ് അയക്കാൻ പറ്റുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ ഉയർത്തട്ടെ. അതേപോലെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തെന്ന് ഓർപ്പിക്കുന്നു. ഈ പ്രയറിന് നേരിട്ട് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ നമ്മുടെ ആരാധനകൾ നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.